നമ്മളിത് ഗെയിമിംഗ് പി സി ഒക്കെ അസംബിൾ ചെയ്ത് കൊടുക്കുന്ന സ്ഥലം കാണിക്കുന്നുണ്ട്. സ്പീക്കറിൻ്റെയൊക്കെ ഒരു ചാകരയാണ്, എന്തോരം സ്പീക്കറായിരിക്കുന്നത്. പിന്നെ നല്ല കൂട്ടിയിട്ട് വെച്ചേക്കുന്ന നൈക്കിയുടെ അഡിഡാസിൻ്റെയൊക്കെ ഷൂസുകൾ കാണാൻ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള അടിപൊളി ടീഷർട്ടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്രാൻഡഡ് സാധനങ്ങളും കിടപ്പുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, എല്ലാവരും വൈറ്റ് ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ടീഷർട്ടുകളൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ടീഷർട്ട് ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ഇടാവുമെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൈവായിട്ട് നമ്മളെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ നാളെ ഇപ്പോൾ നാട്ടിലോട്ട് വരുവാണ്. അപ്പോൾ എനിക്കും കുറച്ച് ടീഷർട്ട് എടുക്കാറുണ്ട്. പിന്നെ 10-20 ഓർഡർ ഞാൻ ഇന്നലെ നമുക്ക് വാട്സപ്പ് ചാനൽ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ 10-20 ഓർഡറോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇന്ന് എടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ലാപ്ടോപ്പിൻ്റെ സെക്ഷനുകൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഇതൊരു ടീഷർട്ട് ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലും ബ്രോഡ്കാസ്റ്റ് ചാനലും പിന്നെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. കുറേ ആൾക്കാർക്ക് നമ്മുടെ കുറേ പ്രൊഡക്റ്റുകൾ മിസ്സാകുന്നുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്ക് അവൈലബിൾ ആയിട്ട് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ചാനലുകളിലാണ് ഇടുന്നത്. അപ്പം അതിൽ നിന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരെ നെഹ്റു പ്ലേസിലായിട്ട് പോവുകയാണ്. നമ്മൾ നേരെ ഇവിടെ നിന്ന് റാപ്പിഡൊക്കെ പിടിച്ച് നേരെ നെഹ്റു പ്ലേസിലെത്തി. ഇതാണ് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച. ഈ കെട്ടിടത്തിൽ മൊത്തം ഓരോന്നൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. ഇവിടെ കുറേ അനിമിയുടെ കീച്ചേനൊക്കെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. പിന്നെ ഇവിടെ കുറേ PC ഷോറൂമുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ലോക്കൽ വാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. 400, 500 ആ റേറ്റൊക്കെ വരുന്നുള്ളൂ. കുഴപ്പമില്ല, അത്യാവശ്യം ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി. HMDയുടെ ഒരു വാച്ച് കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ കയറിയപ്പോൾ തന്നെ കൂട്ടിയിട്ട് വിൽക്കുന്ന ഷൂസ് മൊത്തം കോപ്പി ഷൂസാണ്. 350 രൂപ റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന നീറ്റ് പീസാണ് വരുന്നത്. ഞാൻ 2-3 എടുത്ത് നോക്കിയതുണ്ടല്ലോ. ഈ നൈക്കിയുടെ ഒക്കെ ഉണ്ടല്ലേ, 350 രൂപ വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. യോർദാൻ്റെ ഒക്കെ മോഡലുണ്ടോ കാണുമ്പോൾ, അതായത് ദൂരെ നിന്ന് കാണുമ്പോൾ എക്സാക്റ്റ് ഒറിജിനൽ സാധനം തന്നെയാണ്. പക്ഷെ നമ്മൾ അടുത്ത് നിന്ന് കൈ പിടിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് ലെതറാണോ അല്ലേന്നൊക്കെ കൈ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇവിടെ ന്യൂ ബാലൻസിൻ്റെ ഒരു ഷൂസ് കണ്ട്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും കോപ്പി ഷൂസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് ബെൽറ്റും പേഴ്സൊക്കെ ഇങ്ങനെ കുറേ വിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ പോയി നമുക്ക് 2 ബെൽറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇത് 150 രൂപ 100 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിങ് വരും. അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇതുണ്ട് ഇതുപോലത്തെ ഒരു മോഡലും പിന്നെ സാധാരണ നോർമലായിട്ടുള്ള ഒരു മോഡലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി റേറ്റ് ആവും. നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഒരിക്കൽ ബാഗ് വേണമായിരുന്നു, ബാഗ് എടുത്തുകൊണ്ട് അത്യാവശ്യം സാധനങ്ങൾ കൊള്ളുന്ന ഒരു ട്രാവൽ ബാഗാണ് മേടിച്ചത്. ആ ബാഗിന് 450 രൂപയാണ് റേറ്റ് വന്നത്. പിന്നെ സാധാരണ ലാപ്ടോപ്പ് ബാഗുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗേൾസിൻ്റെ കുറച്ച് ബാഗുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല ബാഗ്. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ അവിടെ തന്നെ നമുക്ക് ഇതുപോലെ മോട്ടോർ റൈഡിങ് ഗ്ലൗസുകളൊക്കെ കാണാം. 300 രൂപ റേറ്റ് വരുന്നത്. ഞാൻ ഇട്ട് നോക്കി, നമ്മൾ എടുത്തിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. 300 രൂപ റേറ്റ് വരുന്നുള്ളൂ ഈ സാധനത്തിനൊക്കെ. യൂസ്ഡുള്ള പീസൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മളിന്ന് മെയിനായിട്ട് വന്നേക്കുന്ന ടീഷർട്ട് എടുക്കാനാണ്. ടീഷർട്ടിൻ്റെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ടീഷർട്ട് നമുക്ക് കാണാം. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് സാധനം എടുക്കാണ്ടായിരുന്നു ടീഷർട്ട്. അപ്പം കാരണം നമ്മൾ നാട്ടിലേക്ക് വരുന്ന കാരണമേ അപ്പം നമ്മൾ അതെടുക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ, അതായത് നല്ല മോഡലിന് റേറ്റ് വരുന്നത് 500 ആണ് റേറ്റ് വരുന്നത്. പിന്നെ നമുക്കിവിടെ 150 രൂപ ടീഷർട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 150, 250, പിന്നെ 350 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് കണ്ടില്ലേ നൈക്കിയുടെയൊക്കെ റെഡ്, ഇതിൻ്റെ ഒരു കളറും പോകത്തില്ല. നല്ല ക്വാളിറ്റി സ്ട്രെച്ചബിൾ ആയിട്ടുണ്ടോ, നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതുപോലത്തെ ബ്രാൻഡഡിൻ്റെ ഫസ്റ്റ് കോപ്പി, എക്സാക്റ്റ് ഫസ്റ്റ് കോപ്പി വരുന്ന സാധനമുണ്ട്. ഇതിനൊക്കെ വരാൻ നേരത്ത് ഒരു 600, 650 ആ റേഞ്ച് ആകും കേട്ടോ. ഈ ഒറിജിനലിൻ്റെ ഫസ്റ്റ് കോപ്പി വരുമ്പോഴേ ഇതുണ്ട് ലാക്കോസ്റ്റയുടെ ഒരു ഇതാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് എല്ലാ ബ്രാൻഡിങ്ങും കാണിക്കുന്നുണ്ട്. അകത്ത് വരെ ബ്രാൻഡിങ് ഉണ്ട്. കോളറയിൽ അകത്ത് ടാഗ് എല്ലാം ബ്രാൻഡിങ് ഉണ്ട്. ഇത് വരുമ്പോൾ 600, 650 ആ റേഞ്ച് വരും കേട്ടോ. ആ സെയിം സാധനം തന്നെ വേറൊരു കളറ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് രണ്ടും നമ്മൾ എടുത്ത കേട്ടോ. ഇത് രണ്ടും നമ്മൾ എടുത്ത പീസുകളാണ്. ഇതും അകത്തും നമുക്ക് ടീഷർട്ടിൻ്റെ അകത്തും ബ്രാൻഡിങ് കാണാം. ടാഗ് ബ്രാൻഡിങ് ഉണ്ട്. അതിൻ്റെ കോളറിലും ബ്രാൻഡിങ് കാണാം കേട്ടോ. എക്സാക്റ്റ് നമ്മൾ ഒറിജിനലിൻ്റെ അതേ മാസ്റ്റർ കോപ്പി സാധനമാണിത്. അല്ല, കണ്ടു കഴിഞ്ഞാൽ ഒരുത്തനും പറയത്തില്ല ഇത് ഒറിജിനലാണോ കോപ്പിയാണോ എന്ന്. തുണി വരെ അതുപോലത്തെ ക്വാളിറ്റി ഉള്ള വരുന്നത് കേട്ടോ. പിന്നെ കുറേ ചൈനീസ് ബ്രാൻഡ് വരുന്നുണ്ട്. ഓവർ സൈസ് 5 സ്ലീവ് ടീഷർട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇതുണ്ടോ, ഈ മോഡൽ ടീഷർട്ടുകളൊക്കെ വരും. ഇതൊക്കെ ചൈനീസാണ്. നല്ല ക്വാളിറ്റിയുള്ള കളറൊന്നും പോകാത്ത മോഡലാണ്. പിന്നെ അനിമിയുടെ ക്യാരക്ടറുള്ള കുറേ ടീഷർട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അങ്ങനത്തെയും വരുന്നുണ്ട് കേട്ടോ. അനിമി ക്യാരക്ടറൊക്കെ വരുന്നു. പിന്നെ ഡ്രാഗൺ ബോൾസിൻ്റെയൊക്കെ ഇതുപോലത്തെ അനിമി ക്യാരക്ടർ വരുന്നുണ്ട് കണ്ടോ. ഇതുപോലത്തെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ്. ഞാൻ എല്ലാത്തിനും ഡീറ്റെയിൽ വീഡിയോ ക്വാളിറ്റിയൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ കയറി കണ്ടാൽ മതി. ഞാൻ ഐ ബട്ടണിലും കൊടുത്തേക്കാം കേട്ടോ. ഇതുണ്ട്, ഇത് അനിമിയുടെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അനിമി കാണിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നൈക്കിയുടെ, അഡിഡാസ്, അങ്ങനെ എല്ലാ കമ്പനിയുടെ കോപ്പി സാധനങ്ങളും നമുക്കിവിടെ കിട്ടും.
ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ എല്ലാ കളറും അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇതിന് ഗേൾസിൻ്റെ ഡ്രസ്സ് നോക്കുന്നെങ്കിൽ ഗേൾസിൻ്റെ ഡ്രസ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതുണ്ട്, ഇതൊക്കെ ഗേൾസിൻ്റെ സെക്ഷനാണ്. ഗേൾസിൻ്റെ സെക്ഷനോട്ട് നമ്മൾ അങ്ങനെ കടക്കുന്നില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ അറിയണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഇത് കണ്ടോ, ഒരു ഡി ജിയുടെ ഒരു അടിപൊളി സാധനം. ക്ലോത്തിങ് നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോയ്ക്ക് കാണുമ്പോൾ തന്നെ അറിയാം ക്ലോത്തിങ്ങിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ ഇടുമ്പം തന്നെ എൻ്റെ ആ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കൊരു കംഫോർട്ട് എടുത്തില്ല. അത് എന്തായാലും ഇതിന് കിട്ടും. ഇതുണ്ട്, ഇത് വെറൈറ്റി ഒരു പ്രിൻറ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഇതുണ്ടോ, വെറൈറ്റി ഒരു പ്രിൻ്റ് ഉണ്ട്. അതിന് ആ സെയിം പ്രിൻ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിലും വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ. പിന്നെ ഇത് കണ്ടോ, ഈ ഇങ്ങനെ കവറിനകത്തായിരിക്കും വരുന്നത്. നമുക്ക് എല്ലാ ക്യാരക്ടറും ഇതുപോലെ നോക്കി എടുക്കാം. കവറിൻ്റെ മേളിൽ തന്നെ കണക്ക് ഇതുണ്ടോ, ക്യാപ്റ്റൻ അമേരിക്ക, അതുപോലെ ബാറ്റ്മാൻ, അങ്ങനെ എല്ലാ ക്യാരക്ടറും വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പം തോറിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടറും വരുന്നുണ്ട്. നമ്മൾ പൊട്ടിച്ച് നോക്കുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ടീഷർട്ട് നമുക്ക് എടുക്കണമായിരുന്നു. നമുക്കിത് എന്താ വെച്ചാൽ ഇന്ന് ഞാനൊരു 20 ജോഡിയോളം 20 ടീഷർട്ടോളം ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം നമ്മൾ കസ്റ്റമറിന് വേണ്ടി എടുത്ത ടീഷർട്ടാണ്. കാരണം ഞാൻ ഇന്നലെ ഇതിട്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാൻ പറഞ്ഞു. നമുക്ക് ഒത്തിരി റെസ്പോൺസ് വന്നു. കുറേ ആൾക്കാർക്ക് നമുക്ക് ഇനി എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതുണ്ട്, കോംബോസിൻ്റെ ടീഷർട്ടുകളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഒത്തിരി 20 പീസിന് മേളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇന്ന് എന്താ പറയുക കൊറിയർ അയക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഒരു ദിവസം കൂടി ഉള്ളൂ. നമ്മളതുകൊണ്ടാണ്. ഇതുണ്ട്, H&Mൻ്റെയൊക്കെ സാധനം കണ്ടോ, ഇന്ന ക്വാളിറ്റിയുള്ള സാധനം നിങ്ങൾ നോക്കി. ഈ സാധനം ഞാൻ പേഴ്സണലായിട്ട് എടുത്തോട്ടെ. ഇത് എനിക്ക് 2 ടീഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ഈ H&M ഒരു റെഡും എടുത്തിട്ടുണ്ട്. ഇതുണ്ടാകുമ്പോൾ യെല്ലോ അഡിഡാസിൻ്റെ ടീഷർട്ടൊക്കെ. പിന്നെ ബി ബിയുടെ ടീഷർട്ട് വരുന്നുണ്ട്. കുറേ എണ്ണം വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പിന്നെ നേരത്തെ കണ്ട അതിന് മോഡലിൻ്റെ അടുത്ത കളറാണ് വരുന്നത് കേട്ടോ. പിന്നെ വൈറ്റ് കളറ് ഇഷ്ടം പോലെ ഉണ്ട്. വൈറ്റ് കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു. വൈറ്റും ബ്ലാക്കും കൊണ്ടുവന്ന് എൻ്റെ ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇതുണ്ട്, മൊത്തം വൈറ്റിൻ്റെ ഉണ്ട്. അതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ തന്നെ ബ്ലാക്കാണ് വരുന്നത്. ബ്ലാക്ക് നല്ല കാണാൻ അടിപൊളി കേട്ടോ, എല്ലാത്തിൻ്റെ പ്രിൻറ്റിങ് ഒക്കെ കാണുമ്പോഴേ. പിന്നെ ട്രാക്ക് പാൻറ്റ് വരുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഇത് പക്ഷേ ഇവിടെ ക്വാളിറ്റിയുള്ള സാധനം മാത്രം വയ്ക്കുന്നതാണ്. ട്രാക്ക് പാൻറ്റും ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. 450, 500 ആ റേഞ്ചിലാണ് ട്രാക്ക് പാൻറ്റ് മൊത്തം ഇരിക്കുന്നത്. പിന്നെ കാർഗോസ് ടൈപ്പ് ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുന്നത്, ഒരു 1000 രൂപ റേഞ്ച് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇത് ഏകദേശം നമ്മുടെ അവിടെ ഈ റേഞ്ചിൻ്റെ താഴെയൊക്കെ സാധനം കിട്ടും. ക്വാളിറ്റി വെച്ച് നോക്കാൻ നേരത്ത് ഇച്ചിരി കൂടുതലാണ് ഇവിടെ വിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ റേഞ്ച് വരുന്നത്. പിന്നെ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന കടയിലോട്ട് നമ്മൾ കണ്ടു കേട്ടോ. ഇതൊരു ചെറിയൊരു കടയാണ്, പക്ഷേ ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്നാലും എനിക്ക് അറിയാവുന്ന കാണിച്ചു തരാം ഞാൻ. ഇതുണ്ട്, ഇത് നമ്മുടെ മസാജറാണ് വരുന്നത്. മസാജർ ഇതൊക്കെ 250, 300 രൂപ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ ഈ മസാജറിന്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്കിൻ്റെ കുറേ സാധനങ്ങൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ. പിന്നെ എന്താ പറയുക, വ്ളോഗിങ്ങിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ, റിംഗ് ലൈറ്റ്, പിന്നെ എന്താ പറയുക സെൽഫി സ്റ്റിക്ക്, ഫോൺ ഹോൾഡർ. ഇത് കണ്ടില്ല, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ഈ ലൈറ്റ് കത്തുന്ന പാണ്ട. പിന്നെ സ്പീക്കറിൻ്റെ കണ്ടോ, ഇഷ്ടം പോലെ സ്പീക്കർ, മൊത്തം സ്പീക്കർ കേട്ടോ. 250 രൂപ തൊട്ട് സ്പീക്കറുണ്ട്. ഇതിൻ്റെ ഹെഡ്ഫോണുണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ് മാക്സിൻ്റെ കോപ്പികൾ ഇരിപ്പുണ്ട്. കുറേ ഉണ്ട് കണ്ടോ. നമ്മുടെ എയർപോഡ് ഇരിപ്പുണ്ട്. സ്പീക്കർ ഇഷ്ടം പോലെ ഉണ്ട്. പല രീതിയിലുള്ള സ്പീക്കേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പിന്നെ ഇതിൻ്റെ കുറേ സംഭവങ്ങൾ, പിന്നെ സ്ട്രൈറ്റ്നർ, അങ്ങനെ കുറേ സാധനം ഇരിപ്പുണ്ട്. ഇതുണ്ട്, ഒരു റേഡിയോ വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. റേഡിയോ മോഡലുള്ള ഒരു സ്പീക്കർ കേട്ടോ. അതിനകത്ത് റേഡിയോയും സപ്പോർട്ട് ആകുന്നതാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന സാധനങ്ങളാണ്. ഇത് മറ്റേ എന്താ പറയുക സോളാറിൻ്റെ ഐറ്റങ്ങളെ. പിന്നെ പവർ ടോർച്ചൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ സ്ലീപ്പിംഗ് ക്യാറ്റുകൾ കുറച്ച് നമ്മൾ കണ്ട് നല്ല ക്യൂട്ടാണ്. ഇത് ഞാനിപ്പം ഒരെണ്ണം കാണിച്ചു തരാം. ഇതുപോലെ പാൻഡയുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ക്യാറ്റുകൾ. ഇതിപ്പോൾ സ്ലീപ്പിംഗ് ക്യാറ്റല്ല, ഉണർന്നിരിക്കുന്ന ക്യാറ്റാ കണ്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനം. പിന്നെ ഇത് കണ്ടോ, ഈ പവർ ടോർച്ച് വരുന്നത്. പവർ ടോർച്ച് വരുമ്പോൾ നല്ല റേറ്റാണ് പറയുന്നത് കേട്ടോ. 1500, 2000 ആ റേഞ്ചൊക്കെയാണ് പവർ ടോർച്ചിന് റേറ്റ് പറയുന്നത്. ഞാൻ എക്സാക്റ്റ് ബാർഗെയിൻ ചെയ്യാനും കാര്യങ്ങളൊന്നും നിന്നില്ല. കാരണം നമ്മളിത് സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയല്ല. അതുകൊണ്ട് ഇമാരായിട്ടൊന്ന് നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ നല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ സാധനം നമുക്ക് കിട്ടും വില കുറച്ച്. പിന്നെ ഇതുപോലെ എക്സിക്യൂട്ടീവ് ഷൂസ് വിൽക്കുന്ന വേറെ സ്ഥലം കണ്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള എക്സിക്യൂട്ടീവ് ഷൂസ്. മേളിൽ കിടക്കുന്ന എല്ലാം നമുക്ക് ലോക്കൽ വരുന്ന സാധനം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 350 ഇതുണ്ട്. ഇവിടെയും കണ്ടു നൈക്കിയുടെ ഒരു ഷൂസ്. ഇതിന് 350 രൂപ റേറ്റേ വരുന്നുള്ളൂ. കാണുമ്പോൾ എക്സാക്റ്റ് ഒറിജിനൽ, പക്ഷേ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരും. ന്യൂ ബാലൻസിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തില്ല. സാധനം കാണുമ്പോൾ എക്സാക്റ്റ് ഒറിജിനൽ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ക്വാളിറ്റിയിലാണ് വ്യത്യാസം വരുന്നത്. ഈ സാധനം കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ സെയിം സാധനം ഞങ്ങൾക്ക് ഇവിടുന്ന് 800 രൂപ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് അയക്കുന്നത്. അവിടെ കിട്ടുന്ന ഇതുപോലത്തെ സാധനങ്ങളാണ്. പിന്നെ നമുക്ക് കുറേ ചപ്പൽസും കാര്യങ്ങളൊക്കെ കാണാം. 300, 150 ആ റേഞ്ചൊക്കെ ഇതിനൊക്കെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് ആ മാർക്കറ്റ്. ഈ സൈഡിൽ മൊത്തം ഡ്രസ്സുകളും ചെരുപ്പുകളൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ്
എന്താ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പയ്യൻ ഇരുന്ന് ക്ലാസ് വയ്ക്കുന്ന കാണാം. പിന്നെ ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്ഥലത്തോട്ട് വന്നു. ഇവിടെ മെയിനായിട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും ഫോണിൻ്റെ റിപ്പയറിങ്ങും ഇതിൻ്റെ ഷോറൂം, ഒഫീഷ്യൽ ഷോറൂം. ഇത് ലെനോവോയുടെ ഷോറൂമാണ് ഇത് വരുന്നത്. ലെനോവോയുടെ തന്നെ അപ്പുറം തന്നെ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഏസർ വരുന്നുണ്ട്, ഏസറിൻ്റെ ഗെയിമിംഗ് സെക്ഷൻ അപ്പുറമുണ്ട്. ഡെല്ലുണ്ട്, ഡെല്ലിൻ്റെ ഗെയിമിംഗ് സെക്ഷൻ ഇപ്പുറമുണ്ട്. അസ്യൂസ് ഉണ്ട്, ഐസ്യൂസിൻ്റെ ഗെയിമിംഗ് സെക്ഷൻ. ഇതൊക്കെ ഒഫീഷ്യൽ ബ്രാൻഡിൻ്റെ ഒറിജിനൽ ഷോറൂംസ് ആയിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, എച്ച് പിയുടെ തന്നെ ഗെയിമിങ്ങിൻ്റെ സെക്ഷൻ വേറെ ഉണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇവിടെ നമുക്ക് ഗെയിമിങ്ങിൻ്റെയൊക്കെ സെക്ഷൻ നല്ല എത്ര ലക്ഷങ്ങൾ രൂപ വരുന്ന സെറ്റുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ അകത്തൊക്കെ കയറി കാണാം. നമുക്കൊരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം, അകത്തെല്ലാം കയറി കാണുന്ന കേട്ടോ. ഇതൊക്കെ എന്താ പറയുന്നത്, അസംബിൾ ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഗെയിമിംഗ് PC ഇവിടെ ഗെയിമിങ്ങിൻ്റെ സാധനം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞാലും അത് അസംബിൾ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടേ, നമുക്കൊരു ദിവസം എന്താ ഇതുപോലത്തെ ഗെയിമിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ അകത്തൊക്കെ കയറിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഇതുകൊണ്ട് ഈ കാണുന്ന കെട്ടിടം മൊത്തം ഇതുപോലെ റിപ്പയറിങ്ങിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു വീഡിയോ എന്തായാലും ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്, ഏകദേശം 20 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.